രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഇരയായ യുവതി അന്വേഷണ ഉദ്യോഗസ്ഥയായ SP പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. വ്യാജ അതിജീവിത എന്ന് അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തെന്ന് പരാതിയിൽ പരാമർശം. സംഭവത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങി. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസിലെ അതിജീവിതക്കെതിരെ അധിക്ഷേപപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇരയെ മനസ്സിലാക്കാൻ, അതായത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു അതിജീവിത പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ വർഷം നവംബർ 30 അറസ്റ്റ് ചെയ്യുകയും 16 ദിവസം റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് വളരെയധികം ഉപാധികളോട് കൂടിയായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അതായത് അതിജീവിതക്കെതിരെ യാതൊരുവിധ പരാമർശങ്ങളും നടത്താൻ പാടില്ല, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വീഡിയോ രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നടക്കമുള്ള കർശന ഉപാധികളോട് കൂടിയായിരുന്നു 16 ദിവസത്തിന് ശേഷം രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു അതിജീവിതയുടെ ഭർത്താവ് തന്റെ ദാമ്പത്യ ജീവിതമടക്കം രാഹുൽ മാങ്കൂട്ടം തകർത്തു, തന്നെ വ്യക്തിഹത്യ ചെയ്തു എന്നടക്കമുള്ള രീതിയിലുള്ള പല കാര്യങ്ങൾ മുൻനിർത്തി പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോടക്കം പ്രതികരണം പൊതുമധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു രാഹുൽ ഈശ്വർ വൈകുന്നേരത്തോടുകൂടി വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതായത് ഒരു നിയമത്തെ ആയുധമാക്കിക്കൊണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർക്കുകയാണ്. ഒപ്പം തന്നെ പുരുഷ കമ്മീഷൻ വളരെ അത്യാവശ്യമായി കേരളത്തിൽ നിലവിൽ വരണം. ഒപ്പം തന്നെ ഈ ഒരു യുവതി നൽകിയത്, തനിക്കെതിരെ അടക്കം നൽകിയത് വ്യാജ പരാതിയാണ് എന്നടക്കമുള്ള അധിക്ഷേപപരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിരുന്നത്. ഇത് ഉപയോഗിച്ചു, അതായത് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതിജീവിത പോലീസിൽ പരാതി നൽകിയത്. അതായത് ഈ ഒരു ജാമ്യ വ്യവസ്ഥയുടെ എല്ലാം കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളെല്ലാം നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ജാമ്യം റദ്ദാക്കണം, ഒപ്പം തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതി നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ സൈബർ പോലീസിനടക്കം കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ കാര്യഗൌരവം അടക്കം പരിശോധിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമുണ്ടോ എന്നടക്കം പരിശോധിച്ച ശേഷമായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെയുള്ള തുടർ നടപടികളും മറ്റും സ്വീകരിക്കുക. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.